ഉണ്ടല്ലേ. അപ്പോഴും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോഴൊന്ന് പൊട്ടിച്ച് നോക്കാം. ഉണ്ടല്ല എൻ്റെ അകം ഇതേപോലെയാണ് ഇരിക്കുന്നത്. അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഇതേപോലെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഇത് വെച്ചൊരു സ്നാക്സ് നോക്കാം. കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഴം വെച്ച് കൊടുക്കാം, ഒന്ന് പുഴുങ്ങി എടുക്കണം. അപ്പോഴും നമ്മുടെ ഏത്തപ്പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോഴും നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ഏത്തപ്പഴം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്ക ഇതേപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുക. ഷുഗർ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴും 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ദോശമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, മിൽക്ക് പൗഡർ. ഇതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വെള്ളമയം ചേർത്ത് കൊടുത്തൊന്ന് കുഴച്ചെടുക്കണം. ഇവിടെ ഒത്തിരി വെള്ളമൊന്നും കോരി ഒഴിക്കണ്ട. ശകലം നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴും ഗീ. നമ്മുടെ മാവ് കണ്ടല്ല, ഈ പരുവത്തിന് വേണം ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ വെള്ളം കൂടി പോകരുത്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഉരുട്ടിയെടുക്കണം. ഇനിയൊന്ന് 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വയ്ക്കാം. അപ്പോഴും നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴും കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്ന് അതിന് ശേഷമാണ് എടുത്തത്. ഇപ്പോഴിതിൻ്റെ പകുതി വീതം എടുത്തൊന്ന് പരത്തിയെടുക്കാം. നല്ല പോലെ ഒന്ന് കട്ടി ഉറച്ചെടുക്കണം. ഇനി ഇതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഉണ്ടല്ലേ.
ഞാൻ അവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ല. ഇനി ഇതിനെ ഇതേപോലൊരു ഫോർക്ക് എടുത്ത് ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോഴെല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. കണ്ടല്ലേ. ഇതോടെ എടുക്കുക. അപ്പോഴും കണ്ടല്ലേ എല്ലാം ഇവിടെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലേ. അപ്പോഴിവിടെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴിവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചായക്കടിയാണത്. നമ്മുടെ സ്നാക്സ് കണ്ടല്ലേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അകം വെന്ത് കിട്ടില്ല, അകം പച്ചയായിട്ടിരിക്കും. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല അടിപൊളി ഒരു സ്നാക്സാണ്, അതേപോലെ തന്നെ വളരെ ഈസിയാണ്. കണ്ടല്ലേ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മൂക്കണം. നമ്മുടെ സ്നാക്സ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടല്ല. അപ്പോഴേ അത് ഇടുമ്പോൾ ഇച്ചിരി ചൂടുണ്ടായിരിക്കണം. പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അകം വെന്ത് കിട്ടില്ല. അപ്പോഴും നമ്മുടെ സ്നാക്സ് കണ്ടല്ല അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്കിത് സപ്പോർട്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.